ഇതിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് എന്തിനാണ് ഒരു കമ്മിറ്റിയെ നിയോഗിച്ചതെന്ന് ആദ്യം ഗവൺമെൻറ് പറയണം. അതിന്മേൽ 5 വർഷക്കാലം അടയിരിക്കാൻ വേണ്ടിയാണോ? എന്നാൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു കമ്മിറ്റിയെ വെച്ചത്? റിപ്പോർട്ട് പുറത്തു വിടുന്നതുമായി ബന്ധപ്പെട്ടെല്ലാം കാലതാമസം വന്നു. പക്ഷേ ഈ 4.5 വർഷക്കാലം ഒരു റിപ്പോർട്ട് കിട്ടിയിട്ട് മലയാള സിനിമയിൽ പറയപ്പെടുന്ന തെറ്റായ പ്രവണതകളുണ്ടെങ്കിൽ അത് തിരുത്താൻ വേണ്ടി ഗവൺമെൻറ് എന്ത് ചെയ്തു? അതിന് മറുപടി പറയണം. ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത്, എന്തിനു വേണ്ടി കമ്മിറ്റിയെ വെച്ചു? കമ്മിറ്റി ഒരു റിപ്പോർട്ട് തന്നാൽ ഗവൺമെൻറ് വെറുതെ ഇരിക്കാൻ വേണ്ടിയല്ലല്ലോ. അതിൻ്റെ നിയമപരമായി ഇന്നലെ ഹൈക്കോടതി വളരെ വ്യക്തമാക്കി. ഹൈക്കോടതി വ്യക്തമാക്കാതെ തന്നെ നമുക്കറിയാം, ഒരു കോഗ്നൈസബിൾ ഒഫൻസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ശ്രദ്ധയിൽപ്പെട്ടാൽ ഇരകളുടെ പേരുകൾ വെളിപ്പെടുത്താതെ തന്നെ സുപ്രീം കോടതി ഗൈഡ് ലൈൻസ് വെച്ച് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ നോക്കും. അത് ചെയ്യാതെ ഇങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായി ഒരു വ്യവസായത്തെ ആകെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നതിലേക്കാണ് പോകുന്നത്. വളരെ ദൗർഭാഗ്യകരമാണ്. സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീർണതകൾ എല്ലാ മേഖലയിലുമുണ്ട്. അത് ഒരു പക്ഷേ സിനിമാ രംഗത്തേക്ക് വന്നിട്ടുണ്ടായിരിക്കാം, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ അവിടെ ഒരു വ്യവസായത്തെ ആകെ ആയിരക്കണക്കിന് 10,000-കണക്കിന് ആൾക്കാർ ഉപജീവന മാർഗമായി കാണുന്ന ഒരു വ്യവസായത്തെ ആകെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ആകെ മോശക്കാരാക്കുന്ന നിലയിലേക്ക് ഗവൺമെൻറ് ഈ നിലപാട് കൊണ്ട് സാഹചര്യം ഉണ്ടാകും. ഇപ്പോൾ ഈ ഒരു റിപ്പോർട്ട് വന്നതിന് ശേഷം സിനിമയിൽ സാധാരണഗതി നേരെ രീതിയിൽ മുന്നോട്ട് പോകുന്നവർക്ക് കൂടി അവർ അതാണ് ഞാൻ പറഞ്ഞത്. ഒരു വ്യവസായത്തെ ആകെ സംശയത്തിൽ നിർത്തുമല്ലേ ഗവൺമെൻറ്? ഇത് നടന്നിട്ട് ഹേമ കമ്മിറ്റി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ഗവൺമെൻറ് ചെയ്തു? റിപ്പോർട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് സിനിമ നയം രൂപീകരിക്കുന്നു. ഹേമ രൂപീകരിക്കാൻ വേണ്ടി എന്താണ് ഒരു സിനിമാ നയം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. മന്ത്രി പറയുന്നത്, അതായത് ഈ റിപ്പോർട്ട് കിട്ടിയ 4 വർഷക്കാലയിൽ ഇതിനെതിരെയുള്ള ശുപാർശകൾ, ഈ ശുപാർശകൾ പ്രാവർത്തികത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു തുടങ്ങിയെന്നാണ് പറയുന്നത്. എന്ത് ചെയ്തു? ശുപാർശ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ് 4.5 വർഷക്കാലം കൊണ്ട് അത് സാധിക്കത്തില്ലെങ്കിൽ, റിപ്പോർട്ട് വായിച്ചില്ല, മൊത്തം വായിച്ചില്ല എന്ന് പറയുന്ന മന്ത്രിമാർ, ഞാൻ പറഞ്ഞ അതിന്മേൽ എന്ത് ചെയ്തെന്നാണ് 4.5 വർഷക്കാലമായിട്ട് എന്ത് ചെയ്തു എന്ന് പറയാൻ പോലും ഒന്നുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഈ റിപ്പോർട്ട് എന്തിനു വേണ്ടി ചെയ്തു? അതിൽ ഓരോ ദിവസം കഴിയുന്തോറും ഗവൺമെൻറ് എന്തോ മറയ്ക്കാനുണ്ട് എന്നുള്ളതാണ്. സിനിമാ വ്യവസായത്തെക്കാൾ കൂടുതലായി ഗവൺമെൻറ് ഇതിൽ എന്തോ നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ട്, മറയ്ക്കാനുണ്ട് എന്നാണ് ബോധ്യപ്പെട്ടു വരുന്നത്.